അനൂപ് വൈകാരികമായ ഒരു കാഴ്ചയാണ്. തൻ്റെ ഉറ്റവർക്കടികിലേക്ക് എത്തി കബറിടത്തിൽ പൊട്ടിക്കരയുന്ന അബ്ദുറഹീമിനെയാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞത്. കാരണം കഴിഞ്ഞ 7 വർഷം മുൻപ് പോയപ്പോഴുണ്ടായിരുന്ന ഉറ്റവരെല്ലാം ഒരടുത്തടുത്തായുള്ള കബറിടം തീർത്തിരിക്കുകയാണ്. അവരുടെ അബ്ദുറഹീമിൻ്റെ പ്രിയപ്പെട്ട ഇളയ മകൻ അഫ്സാൻ, ഒപ്പം ഉമ്മ ആസിയാബി, സഹോദരൻ ലത്തീഫ്, ഒപ്പം തന്നെ സഹോദരൻ്റെ ഭാര്യ അടക്കമുള്ള 4 പേരുടെ ഖബറിടം, അടുത്തടുത്ത ഖബറിടം. ആ ഖബറിടത്തിൽ വന്ന് പ്രാർത്ഥിച്ച് വിങ്ങി നിൽക്കുന്ന അബ്ദുറഹീമിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അബ്ദുറഹീമിനെ സംബന്ധിച്ച് വലിയ ഒരു ദുരന്തത്തിലേക്കാണ് അദ്ദേഹം തിരിച്ചു വരുന്നത്. ആദ്യം വന്ന് കുഞ്ഞ് അഫ്സാൻ്റെ മൃതദേഹം അടക്കിയ സ്ഥലമാണ് അദ്ദേഹം അന്വേഷിച്ചത്. ആ ഖബറിടത്തിലേക്ക് അബ്ദുറഹീമിനെയാണ് കണ്ടത്. അതിനുശേഷം അദ്ദേഹം ഓരോരുത്തരുടെ മൃതദേഹത്തിലും പ്രാർത്ഥിച്ചു. ഇപ്പോൾ വീണ്ടും അദ്ദേഹം കുഞ്ഞ് അഫ്നാൻ്റെ മൃതദേഹത്തിൻ്റെ അടുത്തേക്ക്, കബറിടത്തിനടുത്തേക്ക് തന്നെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കുമൊപ്പം പോയി നിൽക്കുകയാണ്. അദ്ദേഹത്തിന് ഈ ഖബറിടം വിട്ട് പോകാൻ കഴിയുന്നില്ല. കാരണം തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട 4 പേർ, ഒരു കുടുംബത്തിലെ 4 പേർ ഉറ്റവരാണ് ഇങ്ങനെ ഒരേ ഖബറിടത്തിൽ നിൽക്കുന്നത്. ഇപ്പോൾ അബ്ദുറഹീം വീണ്ടും അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. അബ്ദുറഹീം ഈ അദ്ദേഹത്തിൻ്റെ ഒരു കടബാധ്യത അതാണ് പിന്നീട് കുടുംബത്തിൻ്റെ ഒരു പ്രശ്നങ്ങളായി മാറുന്നത്. അഫ്സാൻ ഉൾപ്പെടെ അത് ഏറ്റെടുക്കുന്നത്. പലപ്പോഴും ഗൾഫിലുണ്ടായിരുന്ന ഘട്ടത്തിലെല്ലാം തന്നെ സൗദി അറേബ്യയിലെ ഈ ബിസിനസ് പൊളിഞ്ഞു നിൽക്കുന്ന ഘട്ടത്തിൽ ഈ കടബാധ്യത നാട്ടിൽ നിന്നും മറ്റും പണം വാങ്ങിയാണ് അത് വീട്ടാൻ ശ്രമിച്ചിരുന്നത്. അങ്ങനെ ഏതാണ്ട് 65 ലക്ഷം രൂപയുടെ ബാധ്യത ഉണ്ടായിരുന്നുവെന്നാണ് പറയുന്നത്. ഈ ബാധ്യതക്കൊടുവിലാണ് ഈ മകൻ മകൻ ഈ പ്രശ്നങ്ങൾ കടബാധ്യത വീട്ടാൻ വേണ്ടി ശ്രമിക്കുന്നതും പിന്നീട് അത് വലിയൊരു ദുരന്തത്തിലേക്ക് കലാശിക്കുകയും ചെയ്യുന്നത് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത് അബ്ദുറഹീമാണ്. അബ്ദുറഹീം ഖബറിടത്തിന് സമീപത്ത് തന്നെ നിൽക്കുന്നു. അവിടെ നിന്ന് മാറാൻ കഴിയാതെ തന്നെ നിൽക്കുന്ന അബ്ദുറഹീമിനെയാണ് കാണാൻ കഴിയുന്നത്. അബ്ദുറഹീമിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മകനും അതുപോലെ മറ്റുള്ളവരുമെല്ലാം തന്നെയാണ് ഈ ഖബറിടത്തിലുള്ളത്. പ്രിയപ്പെട്ട അവരുടെ ഖബറിടത്തിൽ വന്ന് അവിടെ നിന്ന് പോകാൻ കഴിയാതെ ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാം ചേർന്ന് ഒരു പ്രാർത്ഥനയുണ്ടായിരുന്നു. ആ പ്രാർത്ഥനയ്ക്ക് ശേഷവും ഈ ഖബറിടത്തിൽ നിന്ന് അദ്ദേഹത്തിന് പോകാൻ കഴിയാതെ ഇവിടെ നിൽക്കുന്നു. 7 വർഷത്തിന് ശേഷം അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ, ഗൾഫിൽ നിൽക്കുമ്പോൾ, ഈ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽപ്പെട്ട് നിൽക്കുമ്പോഴെല്ലാം തന്നെ അബ്ദുറഹീമിൻ്റെ ചിന്ത ഉറ്റവർക്കരികിലേക്ക് എങ്ങനെയെങ്കിലും പ്രതിസന്ധികൾ മറികടന്ന് എത്തണം എന്നുള്ളതായിരുന്നു. പക്ഷേ അങ്ങനെ എത്താൻ കഴിയാതിരുന്നു എന്നുള്ളതാണ് അബ്ദുറഹീമിൻ്റെ പ്രയാസം. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സുഹൃത്തുക്കളെല്ലാം ചേർന്ന് അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുകയാണ്. ഖബറിടത്തിൽ നിന്ന് അദ്ദേഹവുമായി ഇപ്പോൾ പോകുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അദ്ദേഹത്തിന് മടങ്ങിപ്പോകാനാകുന്നില്ല. അങ്ങനെ എല്ലാവരും ഉറ്റവരെല്ലാം ഇപ്പോൾ ഈ ഒരു മണ്ണിൽ, ഈ ഒരു ഖബറിടത്തിൽ തന്നെ നിൽക്കുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഈ ഖബറിടത്തിൽ നിന്ന് മടങ്ങിപ്പോകാൻ കഴിയുന്നില്ല. അങ്ങനെ കഴിയാതെ നിൽക്കുന്ന അബ്ദുറഹീമിനെ ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാം തന്നെ ചേർത്ത് ഇവിടെ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകും. നമുക്കത് കാണാൻ കഴിയും. അദ്ദേഹത്തിന് താങ്ങാൻ കഴിയുന്നതിനപ്പുറത്തേക്കാണ് ഈ വേദന. അങ്ങനെ വൈകാരികമായൊരു കാഴ്ചയാണ് ഈ താഴെപ്പാങ്ങോട് കാണാൻ കഴിയുന്നത്. നമുക്കിപ്പോൾ കാണാൻ കഴിയും. അബ്ദുറഹീം ഖബറിടത്തിൽ നിന്ന് മടങ്ങുകയാണ്. അവിടെ അടക്കപ്പെട്ട 4 പേരിൽ 3 പേർ അബ്ദുറഹീമിൻ്റെ തന്നെ ചോരയാണ്. ഒരാൾ സഹോദരൻ്റെ